ഇന്നലെ നമ്മൾ IntelliJ IDEയിൽ എങ്ങനെ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാമെന്ന് നോക്കി. ഇന്ന് നമ്മൾ VS കോഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ബ്രൗസർ എടുത്തതിന് ശേഷം VS കോഡ് എന്ന് സെർച്ച് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൻഡോസ് 10, 11 വന്ന് കിടക്കും. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഒന്നുമില്ല. ക്ലിക്ക് ചെയ്യുക, അപ്പോഴേക്ക് ഓപ്പൺ ആവും. എല്ലാം നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ആയി തീരും. പിന്നെ അടുത്തത് ചെയ്യേണ്ടതുള്ളത് നമ്മൾ വിൻഡോസിൽ VS കോഡ് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇവിടെ വന്നതിന് ശേഷം സെർച്ച് ഫോർ ജാവ എക്സ്റ്റൻഷൻ പാക്ക് എന്ന് സെർച്ച് ചെയ്യുക. എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. അപ്പം VS കോഡിൽ ജാവ എല്ലാം ഇൻസ്റ്റാൾ ആക്കി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുക. നോ ബിൽഡ് ടൂൾസ്, ഓപ്പൺ ഫോൾഡർ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ. ഞാനിവിടെ ന്യൂ ഫോൾഡർ, ലേൺ എന്ന് കൊടുക്കുന്നു, സെലക്ട് കൊടുക്കുന്നു. നിങ്ങളുടെ നെയിം കൊടുക്കുക, പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. ഞാൻ ഇവിടെ മിസ്റ്റർ കോഡ് എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജാവ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് app.java ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിലാണ് നമ്മളുടെ പ്രോഗ്രാം എല്ലാം ചെയ്യുന്നത്. SRCക്കുള്ളിൽ app.java എന്ന് പറയുന്ന ഫോൾഡർ ഫയലിൽ. അപ്പം ജാവയുടെ ബേസിക് തൊട്ട് നമുക്ക് തുടങ്ങാം. ഹലോ ഗൈസ്, നമുക്ക് പുതിയ ജാവയുടെ VS കോഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IntelliJ IDEയിലും രണ്ടിലും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നേരിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് പ്രൊജക്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പബ്ലിക് ക്ലാസ് ആപ്പ്, നമ്മുടെ ക്ലാസ് ആപ്പിൻ്റെ നെയിം പബ്ലിക് ആപ്പ് ഡോട്ട് ക്ലാസ് എന്നാണ്. അതിനുശേഷം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് സ്ട്രിംഗ് ആക്സ്, ഇതാണ് നമ്മൾ ജാവ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് തന്നെ ക്രിയേറ്റ് ആയപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് വേരിയബിൾസ് എന്താണെന്ന് തുടങ്ങാം. വേരിയബിൾസ് ഇസ് എ റീയൂസബിൾ കണ്ടെയ്നർ ഫോർ എ വാല്യൂ. അതായത് നമുക്കൊരു കണ്ടെയ്നർ, ഫോർ എക്സാമ്പിൾ ഒരു കണ്ടെയ്നർ പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഐറ്റം നമ്മളൊരു പാത്രത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ, ചെറിയ ബോക്സിനകത്ത് സ്റ്റോർ വയ്ക്കുന്ന പോലെ, നമ്മുടെ പുസ്തകങ്ങൾ ബാഗിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പോലെ, അതുപോലെ നമുക്ക് കുറച്ച് വാല്യൂസ്, ഇൻഡിജർ ആവാം, സ്ട്രിങ് ആവാം, ക്യാരക്ടർ ആവാം, ഡബിൾ ആവാം, ബൂലിയൻ ആവാം, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. വേരിയബിൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെടുക്കാം. വേരിയബിൾസ് പഠിച്ചതിന് ശേഷം അതിന് വരുന്നതാണ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷം ജാവയിൽ ഡേറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷമാണ് വേരിയബിൾ നെയിം കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന് കൊടുക്കണം. പൈതണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ജാവയിൽ വേരിയബിൾ നെയിം കൊടുത്തതിന് ശേഷം ഡേറ്റ ടൈപ്പ് എന്താണെന്ന് കൊടുക്കുക. ഇവിടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, റെഫറൻസ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, സ്ട്രിംഗ്, ഇൻറ്റിജർ, ഡബിൾ, ബൂലിയൻ, ക്യാരക്ടർ, ഇതൊക്കെയാണ് ഇൻറ്റിജർ. പിന്നെ റെഫറൻസിൽ വരുന്നത് അറേ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് റെഫറൻസ് ഡാറ്റ ടൈപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് നെയിം, പിന്നെ നമ്മൾ കൊടുക്കേണ്ടിയുള്ളത്, ഇപ്പോൾ നമുക്ക് എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം നിങ്ങളൊരു വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇപ്പം
എൻ്റെ ഏജ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഏജ് ഈക്വൽ ടു 13 എന്ന് കൊടുക്കാം. 13 അല്ല, സോറി, എൻ്റെ ഏജ് 19 ആണ്. അപ്പോൾ 19 എന്ന് കൊടുക്കുക. ഇതൊരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ഈ ഫൈനൽ സജക്ഷൻസ് ഇത് എങ്ങനെ ഓഫാക്കിയിട്ട് ഓഫാവുന്നില്ല. അപ്പോൾ സ്ട്രിംഗ് ഏജ് ഈക്വൽ ടു 19 ഇത് പ്രിന്റ് ചെയ്യാൻ ജാവയിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എൽഎൻ. അതായത് നമ്മളൊരു കാര്യം അസൈൻ ചെയ്താൽ അത് നമ്മളെ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ, നമ്മൾ കോഡ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കാൻ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എൽഎൻ. അതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് ഉണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എഫ് ഉണ്ട്. 3 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏജ് അതിന് നമ്മൾ ഈ VS കോഡ്, അതുപോലെ ഇന്റലിജ് ID, പിന്നെ എക്ലിപ്സ്, ഇതിലേക്കുള്ള ഷോർട്ട് കട്ടാണ്. നമ്മൾ സിസ് ഔട്ട് അടിച്ചാൽ മതി. SYSOUT ഔട്ട് എന്നിട്ട് എൻ്റർ കൊടുക്കാൻ നേരത്ത് ഫുൾ വന്നോളും. നിങ്ങൾ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം അടിച്ച് കൊടുക്കണ്ട, ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് കൊടുത്ത പേര് ഏജ് ഈക്വൽ ടു ഒരു പ്ലസ് കൊടുത്തതിന് ശേഷം ഏജ്. അതായത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് എന്തുവാ പ്രിന്റ്, ഈ ഒരു സ്ട്രിങ് നമ്മൾ കൊടുക്കുക. പ്രിന്റ് ചെയ്യാനുള്ള കാര്യം ഏജ് ഈക്വൽ ടു ഏജ്. ഈ ഏജ് ഇവിടെ വരും. ഈ പ്ലസ് കൊടുത്തതിന് ശേഷമേ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കാവുള്ളൂ. ഈ ഒരു വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പ്രിന്റ് ആവും. ഇത് നമുക്ക് എന്തോ ക്യാരക്ടറാണ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തോയാണ് വരേണ്ടത്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏജ് കൊടുക്കാം. ഇപ്പം നമുക്ക് മലയാളത്തിലാണെങ്കിൽ നിങ്ങളുടെ വയസ്സ് എന്ന് അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പം അത് ഇവിടെ പ്രിന്റ് ആവും. ഫസ്റ്റ് നമ്മൾ സേവ് കൊടുത്തതിന് ശേഷം റൺ കൊടുക്കുക. റൺ കൊടുക്കുക. നമ്മുടെ ഏജ് ഈക്വൽ ടു 19 എന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അത് നമ്മളുടെ ഔട്ട്പുട്ടിൽ ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ മൈ ഏജ് ഈസ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക, റൺ കൊടുക്കുക. മൈ ഏജ് ഈസ് 90. ഇവിടെ ഒരു സ്പേസ് കൂടെ കൊടുത്താൽ മൈ ഏജ് ഈസ് 19 എന്നാവും. റൺ കൊടുത്തു, മൈ ഏജ് ഈസ് 90. അപ്പോൾ അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം പ്രിന്റ് ചെയ്യാനായിട്ട്, ഞാൻ പ്രിന്റിന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുക, സേവ് കൊടുക്കുക, റൺ കൊടുക്കുക. ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ വേറൊരു ഔട്ട്പുട്ട് സിസ് ഔട്ട് എൻ്റർ. അതിനുശേഷം ഞാനിപ്പോൾ ഐ ലൈക്ക് പിസ്സ, സേവ് കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് ഐ ലൈക്ക് പിസ്സ അതോടെ പ്രിന്റ് ആയിട്ടുണ്ട്. എന്ത് കാര്യങ്ങളും ഔട്ട്പുട്ട് കിട്ടാൻ പ്രിന്റിൽ കൊടുക്കുക. പ്രിന്റ് എല്ലാം ഉണ്ട്, പ്രിന്റ് നെക്സ്റ്റ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രിന്റ് എഫ് ഉണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എഫ്. പ്രിന്റ് എഫ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിന്റ് എല്ലാം മാറ്റി എഫ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമുക്ക് മൈ ഏജ് ഈസ് നമ്മുടെ സാധാ സീരിയൽ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ഡി ഫോർ ഇൻഡിജർ. പിന്നെ ഒരു നെക്സ്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടി വരും /n കൊടുക്കുക. പിന്നെ എന്താണ് നമ്മൾ വേരിയബിളിന് നെയിം കൊടുത്തത് അതിവിടെ അടിച്ചു കൊടുക്കുക. കറക്റ്റ് നമ്മുടെ CA പോലെ തന്നെ ഏജ് എന്നാണ് നമ്മുടെ വേരിയബിൾ നെയിം, അതിവിടെ കൊടുക്കുക. വേണ്ട,
ഏജ് ഇനി ഇവിടെ പ്രിന്റ് ആവും. സേവ് കൊടുക്കുക, റൺ കൊടുക്കുക. ഹലോ വേൾഡ്, മൈ ഏജ് ഈസ് 90. ഈ ഒരു മൈ ഏജ് ഈസ് %d എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റിജർ വേരിയബിളിനെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിനെ സൂചിപ്പിക്കുന്നതാണ് %d. അതിനുശേഷം ആ ഏജ് ഇവിടെ പ്രിന്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടറിലോട്ട് പോവാം. അതിന് ചാർ എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. ചാർ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഗ്രേഡ് ഈക്വൽ ടു എ. അതിനുശേഷം system dot out print and then my grade is grade. ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. ഇവിടെ നിന്ന് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിനെ പ്രിന്റ് ചെയ്തു. ഇനി സേവ് കൊടുക്കുക, റൺ കൊടുക്കുക. ഹലോ വേൾഡ്, മൈ ഗ്രേഡ് ഈസ് എ എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി. ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ നമ്മൾ ABCD ആൽഫബറ്റ്സ് ഇതൊക്കെയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഇൻറ്റിജർ ഒന്നുകൂടി നമ്പേഴ്സ് 1 2 3 4. അപ്പം അതൊക്കെയാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പം ഗ്രേഡ് ഈസ് ടു എ, സിസ്റ്റം ഡോട്ട് പ്രിന്റ് ഗ്രേഡ് അത് പ്രിന്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് സ്ട്രിങ് എന്തുവാണെന്ന് നോക്കാം. സ്ട്രിങ് is a sequence of character. String name equal to Mr. Code. അതിനുശേഷം പ്രിന്റ് ചെയ്യുക sys out enter my name is plus name. അപ്പോൾ നമ്മളുടെ നെയിം ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഈ ഒരു വേരിയബിൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കൊടുക്കേണ്ടത് നെയിം, അത് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തതിന് ശേഷം ഒരു പ്ലസ് ഇടുക, സ്പേസ് ഇടുക, നെയിം എന്ന് പറയുക. നിങ്ങളുടെ എന്തുവാ പ്രിന്റ് ചെയ്യുന്നത് അത് കൊടുക്കുക. നിങ്ങളുടെ വേരിയബിൾ എന്താണോ ആ വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുക, സേവ് കൊടുക്കുക, റൺ കൊടുക്കുക. അപ്പോൾ മൈ നെയിം ഈസ് മിസ്റ്റർ കോഡ് എന്നിവിടെ വന്നിട്ടുണ്ടാവും. ഈ സെലക്ഷൻസ് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സജക്ഷൻസ് വരുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഓഫ് ആക്കിയിടാൻ നോക്കാം. VS കോഡിൽ മൈ നെയിം ഈസ് മിസ്റ്റർ കോഡ്. അപ്പോൾ അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൂലിയനാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് I am a student is true or false എന്ന് പ്രിന്റ് ചെയ്യാനാണ്. അപ്പം ഇത് സേവ് ചെയ്ത ശേഷം റൺ ചെയ്ത് നോക്കാം. I am a student is true അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫാൾസ് കൊടുത്താൽ FALS ഫാൾസ്. സേവ് കൊടുക്കുക, റൺ കൊടുത്ത് നോക്കുക. I am a student ഫാൾസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ ടൈപ്പ്. ഇനിയുള്ളത് നമുക്ക് ഡബിൾ ആണ്, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അതായത് തോനെയുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് കൂടുതൽ. ഫോർ എക്സാമ്പിൾ 1.756791 അങ്ങനെ പോണ വലിയ നമ്പേഴ്സിനെ ഡബിൾ എന്ന് നമുക്ക് പറയാം. ഡബിൾ ഹൈറ്റ് equals to 1.745. എന്നിട്ട് പ്രിന്റ് കൊടുക്കുക, എൻ്റർ. പ്ലസ് കൊടുത്തതിന് ശേഷം വേരിയബിൾ നെയിം എന്നാണോ അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പ്ലസ് നമ്മൾ വേറെ എന്തെങ്കിലും
അവിടെ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വേറൊരു പ്ലസ് കൂടെ കൊടുത്തതിന് ശേഷം അത് ഒരു ഡബിൾ ക്രോസിനുള്ളിൽ ഇട്ട് കൊടുക്കുക. എം ഈ സെലക്ഷൻസ് വലിയ പാടാണ്. എം അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം റൺ ചെയ്ത് നോക്കുക. ഇവിടെ ഒരു സ്പേസ് കൊടുത്താൽ അവിടെ സ്പേസ് വരും. ഇപ്പോൾ മൈ ഹൈറ്റ് ഈസ് 1.45 മീറ്റർ എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് പഠിച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ നമ്പേഴ്സ് ആണ്. ഡേറ്റ ടൈപ്പ് ഏജ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ നെയിമിനകത്ത് നമ്മൾ ഇത് സ്റ്റോർ ചെയ്തു, അതുകൊണ്ട് അത് പ്രിന്റ് ചെയ്തു. മൈ ഏജ് ഈസ് ഇവിടെ പ്രിന്റ് എഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രിന്റ് എഫ് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്തു. നമ്മുടെ സീഡൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് ആവാം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ചിഹ്നങ്ങളാവാം അങ്ങനെ. ഇപ്പം ആംപർസെന്റ്, അതുപോലെ തന്നെ നോട്ട് ഈക്വൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ചിഹ്നങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. മിസ്റ്റർ കോൾ, ഐ ലൈക്ക് പിസ്സ, അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെയാണ് ക്യാരക്ടറിന് എക്സാമ്പിൾ. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്ട് മൈ നെയിം ഈസ് പ്ലസ് നെയിം കൊടുക്കുക. ഈ സ്റ്റുഡൻറ്റ്. അടുത്തത് ബൂലിയൻ ആണ് വരുന്നത്. ബൂലിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് കണ്ടീഷണൽ. നമുക്ക് ട്രൂ ആണ് ഇവിടെ. ഐ ആം എ സ്റ്റുഡൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഈ ഒരു വേരിയബിൾ നെയിം ഇവിടെ വന്നപ്പോൾ ബൂലിയൻ ട്രൂ ഓർ ഫാൾസ് ഏതാണെന്ന് കൊടുത്തു. അതിനുശേഷം വരുന്നത് ഡബിൾ ആണ്. ഫ്ലോട്ട് 3 പോയിന്റ് നമ്പേഴ്സ് ആണ്. 1.5, 1.25 അങ്ങനെ വരുന്നതാണ്. 3.15. നെക്സ്റ്റ് വരുന്നത് ഫ്ലോട്ട് ഉണ്ട്. അതും ഇതിനെ പോലെ തന്നെയാണ്. പ്രിന്റ് ചെയ്ത് നോക്കിയ ഇങ്ങനെ കിട്ടുന്നതാണ്. റൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ, ഐ ലൈക്ക് പിസ്സ, മൈ ഏജ് ഈസ് 19, മൈ ഗ്രേഡ് ഈസ് എ, മൈ നെയിം ഈസ് മിസ്റ്റർ കോഡ്, I am a student. False. My height is 1.45. My weight is 16.5 kg. അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഓരോ വേരിയബിൾ വെച്ചിട്ട്. അപ്പം എല്ലാം മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓരോ വേരിയബിൾ ഉപയോഗിച്ച് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറേ, ഒബ്ജക്റ്റ്, ഇതെല്ലാം നമുക്ക് പതുക്കെ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം തുടങ്ങാം. ഇതിൻ്റെ കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണോ? വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാറ്റം വരുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.